കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ ചർച്ചകൾ സജീവമാകുമ്പോൾ ഭരണ തുടർച്ചയാണോ മാറ്റമാണോ അതോ മൂന്നാം മുന്നണിയുടെ ഉയർച്ചയാണോ ഉണ്ടാവുക എന്നതാണ് പ്രസക്തമായ ചോദ്യം. വിധി എഴുതേണ്ട ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. UDF വരുവാണെങ്കിൽ പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഒരു തെരഞ്ഞെടുപ്പ് വന്ന പോലെ, അച്യുതാനന്ദൻ മാറിയിട്ട് വന്ന പോലെ വളരെ പരാപരമായിട്ടുള്ള ഭൂരിപക്ഷമായിരിക്കും. അതേ ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുവശം വീണ്ടും തുടർഭരണത്തിൽ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുറച്ച് വികസനമൊക്കെ അവർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഭരണ തുടർച്ച പറയുന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ തമ്മിലടി ഉള്ളതുകൊണ്ട് ഒരു നേതാവിനെ സെലക്ട് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്നൊരു സംശയമുണ്ട്. BJP അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. ആളുകളുടെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ ആരെയും ഇപ്പോൾ കേരളത്തിൽ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അറിയാം, ഇനി അനുഭവിക്കാൻ പോകണതും അറിയാം. അതുകൊണ്ട് സന്തോഷം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ BJP സീറ്റ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലാണെങ്കിലും നമ്മൾ കണ്ടതാണ്. കൂടുതൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും സീറ്റുകൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. ഞാൻ നോട്ടൊക്കെ വോട്ട് ചെയ്യുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഇത് പറയുന്നത് സ്വജനപക്ഷപാതമാണ്. അതിൽ മാറ്റി നിർത്താൻ എനിക്കാരെയും തോന്നിയില്ല. ഇപ്പോൾ നടക്കുന്ന ഭരണത്തിൽ വലിയ പ്രോജക്റ്റിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10 വർഷത്തെ ഒരു ചെറിയൊരു പ്രശ്നവും ജനങ്ങൾക്കുണ്ട്. മാറി വരട്ടെ എന്ന ചിന്താഗതിയാണ്. പക്ഷേ അതിൽ BJP വോട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയം അതിനെ സ്വാധീനിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ചേഞ്ച് ആവാൻ ആഗ്രഹിക്കുന്ന തുടർച്ചയായിട്ട് ഭരണം കയ്യിൽ വരുന്ന സമയത്ത് ഒരുപാട് പോരായ്മകൾ വരാനും ചാൻസ് ഉണ്ട്. ഇംപ്രൂവൈസേഷൻ കാണാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യത കൂടാൻ ചാൻസ് കുറവാണ്. അപ്പം ഒരു മാറിയൊരു ഭരണം വന്നാൽ അവരുടെ ഭരണം എങ്ങനെയാണ്, ഇതിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുമെന്ന് കാണാനൊരാഗ്രഹമുണ്ട്. ആര് വന്നാലും കണ്ടുപോകണം, നമ്മളെ പൊതുജനം നല്ല കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഉപായങ്ങളുണ്ടാകണം, ആരാ ഭരിക്കട്ടെ. ഒരു ഡെമോക്രസി ഏതൊരു ഗവൺമെൻറ് എന്ന് പറയുന്നതും ആദ്യം റെഗുലേഷനും പിന്നെ ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. വെൽഫെയർ എന്നൊരു പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അത് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സപ്പോർട്ടറാണ്. പക്ഷേ UDF ജയിക്കുമെന്നാണ് എൻ്റെ ഒരു. LDF ആണെന്നുണ്ടെങ്കിലും UDF ആണെങ്കിലും അല്ലെങ്കിൽ BJP ആണെങ്കിലും മനുഷ്യർ നമ്മുടെ കേരളത്തിലുള്ള സംസ്ഥാനത്തിലുള്ള ജനങ്ങൾക്കും നല്ലതായി കിട്ടുന്നതിന് വേണ്ടി, എന്ന് വെച്ചാൽ എല്ലാ കൊണ്ടും സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇതായിരിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ഇത്. UDFിലെ കലഹം അവസാനിച്ചു കഴിഞ്ഞാൽ അവർ സാധ്യതയുണ്ട്. ഭരണമാറ്റം ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിന് പറ്റിയ ഒരു പ്രതിപക്ഷം ഇല്ലല്ലോ. ഈ ഭരണം തുടർച്ച ഉണ്ടാകണമെന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടു മുന്നേ ഞാനൊരു KSRTC പെൻഷനറാണ്. KSRTC പെൻഷൻ ഈ 14 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പെൻഷൻ നമുക്ക് അരമാസത്തെ പെൻഷൻ വെച്ച് ആണ് UDF തന്നുകൊണ്ടിരുന്നത്. അപ്പോഴന്ന് നമ്മൾ ചിന്തിച്ചു ഒരു ഭരണമാറ്റം വേണമെന്ന്. അങ്ങനെ ഭരണമാറ്റം വന്ന് 1ാം പിണറായി സർക്കാർ വന്നു. അന്ന് മുതൽ ഇന്ന് വരെ സൊസൈറ്റി വഴി കൺസോർഷ്യം ഉണ്ടാക്കി പണം കൃത്യമായിട്ട് എല്ലാ മാസവും 1-ാം തീയതി കിട്ടില്ല, ആ മാസം നമുക്ക് തരും. BJP ആയിരിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അഴിമതിയാണല്ലേ കാണിച്ചത്. ഇത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും രണ്ടുപേരും ഇതാണല്ലേ കാണിച്ചത്. അങ്ങനെ കണ്ടിട്ട് രണ്ടുപേരും തീവ്ര ഗ്രൂപ്പിലോട്ടാണ് രണ്ടുപേരും പോയിരിക്കുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഇലക്ഷനിൽ മിക്കവാറും CPMന് ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെടും. LDFന് ഒരു സാധ്യതയുണ്ട്. കാരണം LDFിന് താല്പര്യമായിട്ടല്ല, UDF പിന്നെ സതീശൻ്റെ നേതൃത്വത്തിലുള്ള അവരുടെ പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ അവരുടെ സ്റ്റേജിൽ തമ്മിലടിയുണ്ടായി. അവരൊക്കെ ജനങ്ങൾക്ക് UDFിന് ഭരണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല, അവർ തന്നെ തമ്മിലടിക്കുക.